ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നുള്ള സബ്ജക്റ്റിലത്തെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മാസ് മീഡിയ ആൻഡ് ജെൻഡർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ. മാസ് മീഡിയയിൽ ഉള്ള ജെൻഡർ റോൾസ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്ന ചാപ്റ്ററാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് ഒന്നും പുതിയ ഇൻഫർമേഷൻസ് കാര്യമായിട്ടില്ല. അപ്പോൾ എന്താണ് മാസ് മീഡിയ? മാസ് മീഡിയ എന്താണെന്ന് നമുക്കറിയാലോ. പല കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് ആണ്. TV, റേഡിയോ, ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മാസ് മീഡിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ജെൻഡർ റോളുകൾ എന്താണെന്ന് നമുക്ക് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ജെൻഡർ റോളുകൾ എന്താണെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ എന്ന് പറഞ്ഞിട്ട് പാരഗ്രാഫായിട്ട് നമുക്ക് കൊടുക്കാം. മാസ് മീഡിയ ഓപ്പൺ പെർപെച്യൂറ്റ്സ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് portray men and women in limited and stereotypical ways. However, some media outlets challenge these norms, promoting diverse and inclusive representations of gender. നമുക്കറിയാം, പൊതുവെ മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പെട്രിയാർക്കലായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള അവതരണങ്ങളാണ് കൊടുക്കാറുള്ളത് അല്ലേ. അതേസമയം പുരുഷന്മാർക്കാവുന്ന സമയത്ത് അവരത്രയും സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയുക ആ ഒരു രീതിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് അവർ പോർട്രേ ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ മാസ് മീഡിയയിലെ ജെൻഡർ റോളുകൾ എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ചില ആഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതും കാണാം. ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ അതിൽ വിമനെ എങ്ങനെയാണ് കാണിക്കുന്നത്? ആസ് കെയർ ഗിവേഴ്സ്, ഹോം മേക്കേഴ്സ് ഓർ സെക്സ് ഒബ്ജക്ട്സ്. ഒന്നെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്ന റോളുകളായിട്ട്, അല്ലെങ്കിൽ വീട് ജോലികൾ ചെയ്യുന്ന കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ സെക്സ് ഒബ്ജക്ട്സ് ആയിട്ടൊക്കെയാണ് നമ്മൾ സ്ത്രീകളെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പുരുഷന്മാരാണെങ്കിലോ സ്ട്രോങ് ആയിട്ട്, ഡോമിനൻ്റ് ആയിട്ട്, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ജെൻഡർ റോൾസ് ട്രഡീഷണൽ ആയിട്ടുള്ള എക്സാമ്പിൾ പൊതുവെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വിമൻ ഷോൺ ആസ് ഹോം മേക്കേഴ്സ്, വീട്ടു ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ, കെയറിങ് ഫോർ ചിൽഡ്രൻ, കുട്ടികളെ നോക്കുന്ന സ്ത്രീകൾ, അതേപോലെ വീട് ക്ലീൻ ചെയ്യുന്ന സ്ത്രീകൾ, അങ്ങനെയൊക്കെയാണ്. അതേസമയം പുരുഷന്മാരാണെങ്കിലോ വളരെ സ്ട്രോങ് ആയിട്ട് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നു, ഭാര്യ നോക്കുന്നു, മക്കളെ നോക്കുന്നു, അതോറിറ്റേറ്റീവായിട്ട് നിൽക്കുന്നു. അവരാണ് എന്താ പറയുക, എല്ലാ തരത്തിലുള്ള റൈറ്റ്സും അവരുടെ കയ്യിലാണ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് പുരുഷന്മാരെ നമ്മൾ കാണുന്നത്. പിന്നെ എന്താണ്, അതിനെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള രീതിക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ. സ്ത്രീകൾ വളരെ ലീഡർഷിപ്പായിട്ടുള്ള അല്ലെങ്കിൽ ലീഡറായിട്ടുള്ള മുകളിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്ന പോർട്രയലുകൾ നമ്മൾ കാണുന്നുണ്ട്. എൻഗേജിങ് ട്രഡീഷണലി മെയിൽ ഡോമിനേറ്റഡ് ആക്ടിവിറ്റീസ്, ഓൾറെഡി മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ സ്ത്രീകൾ തിളങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മെൻ ഡെപ്പിക്റ്റഡ് ആസ് കെയർ ഗീവേഴ്സ് ഷോയിങ് ഇമോഷണലി വൾണറബിൾ. പുരുഷന്മാർ അതേപോലെ തന്നെ വീട് കെയർ ചെയ്ത് കുട്ടികളെ നോക്കുന്ന റോളുകളായിട്ടുള്ള കാര്യങ്ങളും നമുക്കങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ചേഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളിൽ വരുന്നുണ്ട്. പിന്നെന്താ, ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ഇൻ മാസ് മീഡിയ, ജെൻഡർ ഐഡൻറ്റിറ്റി റോൾസ്. മാസ് മീഡിയയിൽ എങ്ങനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകൾ കാണിക്കുന്നത്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്താ? എ വൈഡ്ലി ഹെൽഡ് ഓവർ സിംപ്ലിഫൈഡ് ബിലീഫ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, റോൾസ് ഓർ ബിഹേവിയേഴ്സ് അസോസിയേറ്റഡ് വിത്ത് മെൻ ഓർ വിമൻ, ഓഫൻ ബേസ്ഡ് ഓൺ സൊസൈറ്റൽ നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് റാദർ ദാൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ആളുകളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചിട്ടല്ലാതെ സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് റോളുകളുണ്ട്. സ്ത്രീകൾ ഇതൊക്കെ ചെയ്യണം, പുരുഷന്മാർ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ആ ഒരു മിഥ്യാധാരണയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കെയർ ഗിവേഴ്സ് ആണ്. അതേപോലെ തന്നെ ഒബ്ജക്ട്സ് ഓഫ് ബ്യൂട്ടി, സൗന്ദര്യത്തിൽ മെയിനായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. പിന്നെ സബ്മിസീവ് ആണ്, മറ്റുള്ളവരുടെ അണ്ടറിൽ കഴിയുന്നവരാണ്. അതേസമയം പുരുഷന്മാരാണെങ്കിൽ സ്ട്രോങ് ആൻഡ് ഡോമിനൻ്റ് ആണ്, ഹീറോസ് ആണ് അല്ലേ. നായകന്മാരെപ്പോഴും പുരുഷന്മാരായിരിക്കും. റാഷണൽ ആണ്, വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന അവരായിരിക്കും. അതേസമയം ഇമോഷണൽ ആണ് ആര്, സ്ത്രീകൾ എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് നമ്മൾ കാണാറുള്ളത്. അതേസമയം പോസിറ്റീവ് നോഷൻസ് വരുന്നുണ്ട് അല്ലേ. പോസിറ്റീവ് നോഷൻസ് ഓഫ് ബോഡി ആൻഡ് സെൽഫ്. ബോഡി പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എംബ്രേസിങ് ആൻഡ് അപ്രിഷിയേറ്റിംഗ് ഡൈവേഴ്സ് ബോഡി ടൈപ്സ്, പ്രൊമോട്ടിംഗ് സെൽഫ് അക്സെപ്റ്റൻസ് ആൻഡ് സെൽഫ് ലവ്. എല്ലാവർക്കും അവനവൻ്റെ ശരീരത്തിനെ സ്നേഹിക്കുക. അതിലിപ്പോൾ നമുക്ക് പല എന്താ പറയുക കുറവുകളല്ല, മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചറോ നിറമോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ എന്താണോ എന്നുള്ളത് അതിനെ നമ്മൾ എംബ്രേസ് ചെയ്യുക. സെൽഫ് ലവ് ഉണ്ടാവുക, സെൽഫ് എസ്റ്റീം ഉണ്ടാവണം, എംപവർമെൻറ്റ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, എല്ലാ തരത്തിലുള്ള ആളുകളെയും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. അതേപോലെ തന്നെ ഹെൽത്തി റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഇനി ജെൻഡർ ഇൻ മീഡിയ, മാഗസിൻസ്, TV ഷോസ്, കാർട്ടൂൺസ്, മൂവീസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പം ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം. ജെൻഡർ ഇൻ മീഡിയ, അതിൽ തന്നെ ജെൻഡർ ഇൻ മാഗസിൻ, ജെൻഡർ ഇൻ TV ഷോസ്, ജെൻഡർ ഇൻ കാർട്ടൂൺ, ജെൻഡർ ഇൻ മൂവീസ്, ജെൻഡർ ഇൻ അഡ്വർടൈസ്മെൻറ്റ് എന്നാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം കേട്ടോ. ഇത് ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ടും ചോദിക്കാം എക്സാമിന്. ഇതെല്ലാം സെയിം സാധനമാണ് കേട്ടോ. ഇത് ഞാൻ വായിച്ചു വിടുന്നത് അതുകൊണ്ടാണ്. ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. സെയിം സാധനങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുതന്നെയാണ് അപ്പുറത്തും പറയുന്നത്, അതുതന്നെയാണ് അപ്പുറത്തും പറയുന്നത്, അതുതന്നെയാണ് അടുത്ത ടോപ്പിക്കും. ജെൻഡർ ഇൻ മാഗസിനിൽ എങ്ങനെയാണ്? സ്റ്റീരിയോടിപ്പിക്കൽ പോർട്രയലുകളാണ് വരുന്നത്. വിമൻസ് മാഗസിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ബ്യൂട്ടിയിൽ
സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫാഷൻ, റിലേഷൻഷിപ്പ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും വിമൻ മാഗസീനിൽ ഉണ്ടാവുക. മെൻ മാഗസീനിലാണെങ്കിൽ എന്താ ഉണ്ടാവുക, അവരുടെ മെസ്കുലിനിറ്റി, അവരുടെ സ്ട്രെങ്ത്, പവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണുക. അതേസമയം ജെൻഡർ ഇൻ ടി വി ഷോയിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്, സ്റ്റീരിയോടൈപ്പിക്കൽ റോൾസ് തന്നെയാണ് ടി വി ഷോയിൽ വരുന്ന. സ്ത്രീകളെ തന്നെ വളരെ കെയർ ഗിവേഴ്സ് ആയിട്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കെയറിങ് ആയിട്ടുള്ള ആളുകളായിട്ട്, അതേപോലെ തന്നെ ഭയങ്കര ആഗ്രഹങ്ങളുള്ള, നമ്മൾ സീരിയലുകളിലൊക്കെ കാണും സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ ദുരാഗ്രഹികളായിട്ടുള്ള അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ. പിന്നെ മെൻ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സ്ട്രോങ് ആയിട്ട്, ഡോമിനൻ്റ് ആയിട്ട്, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. കാർട്ടൂണുകളാണെങ്കിലോ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രിൻസസ് ആയിട്ട്, അതേപോലെ തന്നെ നല്ല ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന രാജകുമാരിയായിട്ടൊക്കെ കാണാം. അവിടെ രക്ഷിക്കാൻ ആര് വരണം, സ്ട്രോങ് ആയിട്ടുള്ള രാജകുമാരൻ വരണം. അങ്ങനെയാണ് നമ്മൾ കാർട്ടൂണുകളിലൊക്കെ കാണുന്നത്. അതേപോലെ തന്നെ ബ്യൂട്ടിയിലും റൊമാൻസിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കഥാപാത്രങ്ങളാണ്. അതേപോലെ സബ്മിസീവും പാസീവും ആയിട്ടുള്ളവരായിരിക്കും. മെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇവരാണ് അവിടെ ഹീറോസ്. ഈ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ രക്ഷിക്കാൻ ചെല്ലുന്ന രക്ഷകരായിട്ടാണ് പുരുഷ കഥാപാത്രങ്ങൾ വരുന്നത്. അവർ സ്ട്രോങ് ആൻഡ് ബ്രേവ് ആണ്, അതേപോലെ തന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള റോളുകളാണ്. ഇതൊക്കെയാണ് കുട്ടികൾ കണ്ട് വളരുന്നത്. അപ്പോൾ അവരും എന്ത് വിചാരിക്കും, അങ്ങനെയാണ് ഞാൻ പെൺകുട്ടികളെന്ന് വിചാരിക്കും, ഞാൻ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ ഒരു എന്ത് വരണം, ഒരു പ്രിൻസ് വരണം എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ ജെൻഡർ ഇൻ മൂവീസിലെങ്ങനെ നമ്മൾ ഓൾറെഡി മുന്നേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരുടെ സിനിമയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പേര് പറയും, നമ്മൾ നായകൻ്റെ പേര് പറയും അല്ലേ. അല്ലാതെ നായികയുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ജെൻഡർ ഇൻ മൂവീസ് വരികയാണെങ്കിൽ അവിടെ എന്താണ്, സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ ലവ് ഇൻട്രസ്റ്റ്, ഒരു കെയർ ഗിവേഴ്സ്, സ്നേഹം ആഗ്രഹിക്കുന്നവരെ, കെയറിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, ഇമോഷണൽ ആയിട്ടുള്ളവർ, അതേപോലത്തെ ഏതെങ്കിലും ചില പ്രൊഫഷനിൽ മാത്രം നഴ്സ്, ടീച്ചർ, അങ്ങനത്തെ കെയറിങ് പ്രൊഫഷനുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവർ. അതേസമയം മെന്നാണെങ്കിലോ ഹീറോസ് ആണ്, ആക്ഷൻ ചെയ്യുന്നവരാണ്, സ്ട്രോങ് ആണ്, അതേപോലെ ഡോമിനൻ്റ് ആണ്. അങ്ങനത്തെയൊക്കെ റോളുകൾ നമ്മൾ കാണാം. അഡ്വർടൈസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലോ മെയിനായിട്ട് നമുക്കറിയാം സ്ത്രീകൾ എന്തിലേക്കാണ്, കറി പൗഡേഴ്സ് അല്ലേ, കറി പൗഡറിൻ്റെ, ഡിറ്റർജൻറ്റുകളുടെ, ജ്വല്ലറിയുടെ ഒക്കെ പരസ്യത്തിൽ നമ്മൾ മെയിനായിട്ടും സ്ത്രീകളെ കാണും. അതേസമയം കാറുകൾ, അതേപോലെ മദ്യപാനം പോലത്തെ ബിയർ, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പരസ്യങ്ങൾ. പിന്നെ അത്ലറ്റിക്സ്, സ്പോർട്സ്, അങ്ങനത്തെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് നമ്മൾ കാണും, പുരുഷന്മാരെയും നമ്മൾ കാണും. അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെയൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ജ്വല്ലറിയിലൊക്കെ ഇത്രയും കാലം നമ്മൾ സ്ത്രീകളെ കണ്ടു, ഇപ്പം നമ്മൾ വലിയൊരു മാറ്റം കണ്ടു അല്ലേ. അതിൽ ജ്വല്ലറിയുടെ ആഡിനകത്ത് നമ്മൾ ലാലേട്ടൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ എന്താ പറയുക, ആർക്കും ആ ഒരു എന്താ പറയുക മോഹം, ജ്വല്ലറി എന്ന് പറയുന്ന സംഭവങ്ങളോടൊരു മോഹം തോന്നാം. അത് സ്ത്രീകൾക്ക് മാത്രമുള്ള കാര്യമല്ല, പുരുഷന്മാർക്കും ആവാം. പുരുഷന്മാർക്ക് മൊത്തത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാവാം, താല്പര്യങ്ങൾ ഉണ്ടാവാം എന്നുള്ള ഒരു ആശയമാണ് അവിടെ കൊണ്ടുവരുന്നത്. അതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ സ്റ്റീരിയോ ടൈപ്പുകളെയൊക്കെ തിരുത്തി കുറിക്കുന്ന തരത്തിലുള്ള ഒരു ആഡായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പുതിയ പുതിയ ചേഞ്ചസ് ആണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ജെൻഡർ ഈക്വാളിറ്റി ആൻഡ് ലാംഗ്വേജ് യൂസ്. ജെൻഡർ ഈക്വാളിറ്റിയും ലാംഗ്വേജ് യൂസും. ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ റൈറ്റ്സ് ഉണ്ടാവണം, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവണം, എംപവർമെൻറ്റ് ഉണ്ടാവണം, ഈക്വൽ പേ കിട്ടണം, എഡ്യൂക്കേഷനിൽ ഈക്വാളിറ്റി ഉണ്ടാവണം, റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിലും ഈക്വാളിറ്റി ഉണ്ടാവണം. ഇതെല്ലാം എന്താണ്, ജെൻഡർ ഈക്വാളിറ്റിയുടെ ഭാഗമാണ്. അതേസമയം ലാംഗ്വേജ് യൂസ് എന്താണ്, ഇൻക്ലൂസീവ് ലാംഗ്വേജ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ലാംഗ്വേജ് യൂസ്. നമ്മൾ ചെയർമാൻ എന്ന് പറയുന്നതിന് പകരം ചെയർപേഴ്സൺ എന്ന് പറയുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ലാംഗ്വേജ് യൂസിൽ വരുന്ന കാര്യമാണ്. അവിടെ അവർ ജെൻഡറിനെ അല്ലെങ്കിൽ റേസിനെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിനെ കാണിക്കുന്ന തരത്തിലല്ലാതെ എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കുന്ന രീതിയിൽ തിരിച്ചറിയുന്ന തരത്തിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അതേപോലെ അവോയ്ഡിങ് ബയസുകളൊക്കെ ഒഴിവാക്കുന്നു. റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ, എന്നിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്, യൂസ് ഇൻക്ലൂസീവ് പ്രൊനൗൺസ്, ഹി ഷീ എന്നൊക്കെ പറഞ്ഞ പകരം ദേ ദം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. ജെൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും കൾച്ചറൽ ഡിഫറൻസുകളെയൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാം. ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ വരുന്നുള്ളൂ. താങ്ക്